ആഹാ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കഴിഞ്ഞു. പെട്ടെന്ന് എന്തോ കൊതി തോന്നിപ്പോയി, സോറി. കോമാളി, തമാശക്കാരൻ, മായാജാലക്കാരൻ എന്നൊക്കെ കുട്ടികൾ എന്നെ പറ്റി പറയുന്നുണ്ടാവണം. സാരമില്ല, ഞങ്ങൾ മെല്ലെ മെല്ലെ അടുക്കും. അടുത്ത് കഴിയുമ്പോൾ എന്തുപറ്റി? എന്താ അസിസ്റ്റന്റ് മാനേജറുടെ ശൃംഗാരം വല്ലാണ്ടങ്ങ് കൂടിയോ? അയാളെ കൊണ്ട് തോറ്റു. വല്ലാത്തൊരു നോട്ടവും പെരുമാറ്റവും ഒക്കെ. ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ. നല്ല മര്യാദയുടെ ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം. എനിക്കാകെ ഒരു ഭാര്യയേ ഉള്ളൂ. അവൾ എനിക്കെല്ലാമാണ്. അവൾക്ക് ജീവിതത്തിൽ ഞാനും അവളുടെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല. ഒരിക്കൽ പോലും പരസ്പരം വെറുപ്പ് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ വിവാഹ ജീവിതം, അതായത് സ്ത്രീ പുരുഷ ബന്ധം, അതായത് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന പ്രത്യേക ബന്ധവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. എനിക്ക് ഈ ലോകത്തിൽ ഈ ഒരുത്തി മാത്രം മതി, എന്റെ സിന്ധു. അതുകൊണ്ട് പ്ലീസ് അസിസ്റ്റന്റ് മാനേജർ, അവളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കരുത് എന്നൊക്കെ നയപരമായി പറഞ്ഞു നോക്കാം. വെറുതെ എന്തിനാ അയാളോട് സംസാരിച്ച വിനയേട്ടന്റെ അന്തസ്സ പോവാ. എന്നെ നോക്കാൻ എനിക്കറിയാം. നിന്നെ നോക്കാൻ അതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഈ സ്കൂളിലെ കാര്യങ്ങൾ വിനേട്ടാ, വെജിറ്റബിൾസ് ഒക്കെ തീർന്നു. നമ്പ്യാരേട്ടനും ശോശാമ്മയെടുത്ത് ഇപ്പൊ ഉറങ്ങിക്കാണില്ല. എങ്ങനെയാ അവരുടെ തോട്ടത്തിൽ പോയി കുറച്ച് വെജിറ്റബിൾസ് കക്കുക? ഒരു കാര്യം ചെയ്യാം, വിനയേട്ടൻ പോയി മുൻവശത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. ഞാൻ പിന്നെ പക്കം പോയി കേട്ടോളാം. നീ ഒരു നല്ല പെണ്ണല്ലേ. അന്യരുടെ മുതൽ കക്കാൻ നിനക്കൊരു ലജ്ജയുമില്ലേ? ഈ മോഷണത്തിൽ എനിക്കെന്തോ വല്ലാത്ത സത്യസന്ധത തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്ന് അനാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കരുത്. നമ്പ്യാരേട്ടനോട്